നാളുകൾ വാതോരാതെ പറഞ്ഞാലും തീരാത്തതാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ അത്ഭുതങ്ങളും നിഗൂഢതകളും. അവയുടെ കൂട്ടത്തിൽ ശാസ്ത്രലോകത്തെ ഉത്തരം മുട്ടിച്ച ഒരു വിചിത്രമായ കണ്ടെത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 16,000-ലധികം വ്യത്യസ്ത ഇനം മരങ്ങളുടെ ലോകമാണ് ആമസോൺ മഴക്കാടുകൾ. അത്തരത്തിൽ 400 ബില്യണിൽ കൂടുതൽ മരങ്ങൾ ഇന്ന് ആമസോൺ മഴക്കാടുകൾക്കുള്ളിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവയുടെ കൂട്ടത്തിൽ പുറന്തൊലിയില്ലാത്ത, കാഴ്ചയിലും സ്പർശനത്തിലും ഒരു ജെല്ലി പോലെ ഫീൽ ചെയ്യുന്ന വിചിത്രമായൊരു മരമുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിചിത്രമായ ജെല്ലി മരത്തിന്റെ കഥയിലേക്ക് സ്വാഗതം. ആമസോണിന്റെ ഉൾക്കാടുകളിൽ കാലാകാലങ്ങളായി ജീവിച്ചു പോരുന്ന ഗോത്രവർഗ്ഗക്കാരും മറ്റ് എക്സ്പ്ലോറേഴ്സുമാണ് ഈ മരത്തിന് ജെല്ലി ട്രീ എന്ന് പേര് വിളിച്ചത്. ഇവയിൽ ചിലത് ചെറിയ മരങ്ങളും ചിലത് വലിയ മരങ്ങളുമായിരിക്കും. എന്നാൽ മറ്റു മരങ്ങളെ പോലെയല്ല, ഇവയെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ജെല്ലി പോലെയാണ് ഇത് ഫീൽ ചെയ്യുക. മാത്രമല്ല വളരെ തണുപ്പും ഒരു സ്പ്രിംഗ് പോലെയുമായി ഈ മരം ഫീൽ ചെയ്യും. ഈ മരത്തിന്റെ ഉൾഭാഗം ജെല്ലി പോലെ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഈർപ്പം നിലനിർത്താൻ ഇവക്ക് കഴിയും. വർഷത്തിൽ 200 ദിവസവും മഴ പെയ്യുന്ന ആമസോൺ കാട്ടിൽ ഈർപ്പം നിലനിർത്തുക എന്നത് ഏതൊരു മരത്തിനും വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമായിരിക്കെ തന്നെ പിന്നെന്തുകൊണ്ടായിരിക്കും ഈ മരത്തിന്റെ ഉൾഭാഗം മാത്രം ജെല്ലി പോലെ ആയത് എന്നുള്ള ചോദ്യം ആളുകളെ മറ്റൊരു അന്ധവിശ്വാസത്തിലേക്കാണ് നയിച്ചത്. ആദ്യകാലങ്ങളിൽ ജെല്ലി ട്രീ വെറുമൊരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആമസോണിലെ റിയോ നീഗ്രോ എന്ന നദിയുടെ അടുത്ത് നടത്തിയ ചില റിസർച്ചുകൾക്കൊടുവിൽ ജെല്ലി ട്രീയെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ആ പര്യവേഷകർക്ക് ഈ ഒരു മരത്തെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരിൽ ചിലർ പറഞ്ഞത് ഈ മരത്തിന് വെള്ളത്തെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു റയർ ആയിട്ടുള്ള കഴിവുണ്ട് എന്നായിരുന്നു. എന്നാൽ ആദ്യം പറഞ്ഞ ഈ ഗോത്രവർഗ്ഗക്കാർ ഇതൊരു വിശുദ്ധ മരമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മരത്തിനെ അവർ സ്പിരിറ്റ് ട്രീ അല്ലെങ്കിൽ ആത്മാവിന്റെ മരം എന്നാണ് വിളിക്കുന്നത്. അതായത് അവരുടെ മുൻഗാമികളുടെ ആത്മാക്കളും ഓർമ്മകളുമാണ് ഈ മരം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ മരത്തെ തൊടുന്നത് പോലും വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് അവർ കാണുന്നത്. ചിലർ പറയുന്നത് ഈ മരത്തിൽ ചെവിയോർത്താൽ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാമെന്നും അത് കാട് നമ്മളോട് സംസാരിക്കുന്നതാണ് എന്നുമൊക്കെയാണ്. അസുഖങ്ങൾ മാറ്റാനും അവരുടെ മനസ്സിന് സമാധാനം നൽകാനുമൊക്കെ ഈ മരത്തിന് കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ജെല്ലി ട്രീയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന തിരക്കിലാണ് ശാസ്ത്രലോകം. ഈ മരത്തിൽ നിന്ന് മരുന്നുകളും വെള്ളം ശുദ്ധീകരിക്കുവാനുള്ള ചില വസ്തുക്കളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ മരം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മാത്രമല്ല കണ്ടെത്തിയവ തന്നെ വളരെ വിചിത്രമായി ആ പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. മേ ബി വർഷങ്ങൾക്കിടയിൽ മാത്രം വളരെ അപൂർവമായി മാത്രം ഉണ്ടാവുന്ന ഒന്നായിരിക്കാം ഇത്. എന്തായാലും ഈ അത്ഭുതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ശാസ്ത്രലോകം. ഇത് വെറുമൊരു സാധാരണ മരം മാത്രമാണോ, അതോ നമുക്ക് ഇന്ന് വരെ കണ്ടെത്താൻ കഴിയാത്ത അന്യഗ്രഹ ജീവികളെ പോലെ വിചിത്രമായ ഒന്നാണോ ഇത്? ഈ 21-ാം നൂറ്റാണ്ടിലും ആമസോൺ കാടുകൾക്കുള്ളിൽ നമ്മുടെ ഭാവനകൾക്കും അപ്പുറമുള്ള പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിത്. ആത്മീയമോ ശാസ്ത്രീയമോ നിഗൂഢമായ ഈ മരം നമ്മുടെ എല്ലാ വിശ്വാസങ്ങളെയും കണ്ടെത്തലുകളെയും കുഴപ്പത്തിലാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ മരത്തെ ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത്രത്തോളം നിഗൂഢതകൾ നിറഞ്ഞ ഈ ഒരു മരത്തെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?